ഇതുപോലെ പെൻഡുലം വെച്ചിട്ടുള്ള സൈൻ വേവ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് കിട്ടിയോ? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും മുമ്പിലുള്ള പെൻഡുലം ഒരു വട്ടം പോയി വരുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള പെൻഡുലം ഒരു വട്ടം എത്തിയിട്ടുണ്ടാവില്ല. പെൻഡുലം ഒരു പ്രാവശ്യം പോയി വരാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അടുത്തുള്ള പെൻഡുലത്തിന് അകലെയുള്ള പെൻഡുലത്തേക്കാളും ടൈം പീരീഡ് കുറവാണ്. ഇനി അതിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് T = 2π × √L/g എന്നാണ്. 2π ഒരു കോൺസ്റ്റന്റ് ആണ്. G എന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എല്ലാ പെൻഡുലും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ജിയിൽ മാറ്റം വരുന്നില്ല. പിന്നെ ടൈം പീരീഡിൽ ചേഞ്ച് വരാൻ ആകെ ബാക്കിയുള്ളത് പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ്. അതിൽ ലെങ്ത് കൂടുന്തോറും ടൈം പീരീഡ് കൂടും. ഇനി ഈ ഒരു സെറ്റപ്പ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കൂടെ? ഞാനിവിടെ ഈക്വൽ ലെങ്ത്തിലുള്ള 2 പെൻഡുലം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തേതിൻ്റെ വെയിറ്റ് 3.4 ഗ്രാമാണ്. രണ്ടാമത്തേൻ്റെ വെയിറ്റ് 38.99 ഗ്രാമാണ്. അപ്പോൾ ഞാനിത് രണ്ടും ഒരേ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും ആദ്യം പോയി തിരിച്ചെത്തേണ്ടത്? അപ്പോൾ നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും അതിൻ്റെ സയൻസും അറിയാൻ വേണ്ടി വിശ്വബാല്യം സയൻസ് സെൻറ്റർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.